ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സ്ട്രോബെറി ഫാം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അജ്മൽക്ക, റഫീഖ് ഭായി ഒക്കെ പറയും. ഇത് അവിടെ തന്നെയുള്ള ഒരു സ്ട്രോബെറി ഫാം ആണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ട്രോബെറീസ് പറിച്ച് ഇവിടുന്ന് നമുക്കൊരു ഒരു ഒരു കപ്പ് ഒരു ബക്കറ്റ് സ്പോൺസർ ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് കളക്ട് ചെയ്ത് ആവശ്യമുള്ളത്രയും നമുക്കെടുത്ത് അവിടെ കിലോയ്ക്ക് തൂക്കി മേടിക്കാൻ പറ്റും. അപ്പോൾ അതൊരു പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സൗകര്യം ഒക്കെ ആയിട്ട് ഒരു റിഫ്രഷ്മെന്റ് സെറ്റപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നല്ല ഫാമിലി ആയിട്ട് വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നമ്മുടെ അവിടുത്തെ എത്ര ദൂരം അവിടെ തന്നെ ടൗണിൽ നിന്ന് തന്നെ ബ്രിഡ്ജ് ഓഫ് ടൗണിൽ നിന്ന് കുറച്ചും കൂടെ മാറി പോട്ടട്ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇത് അവിടെ ഷെയർ കൗൺസിലിന്റെ ഭാഗമായിട്ട് വരും. പക്ഷെ അവിടെ നിന്നൊരു 50 minutes ഡ്രൈവ് ഉള്ളൂ. നമ്മളെ കൂടെ എന്നുള്ളത് നബീലുണ്ട്. അല്ല, ഞാൻ നബീൽ. ഇവിടെ ചെറിയ അബഡിയിൽ വന്നിട്ട് ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ലണ്ടനിലായിരുന്നു. ഞാൻ ഇവിടെ പഠിക്കാനായിട്ട് വന്നതാണ്. ചെറിയൊരു ജോലിയൊക്കെ ആയിട്ട് ഞാൻ അബഡിയിൽ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ റഫീഖ് ഭായി ഉണ്ട്. റഫീഖ് ഭായി നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു പരിപാടിയിൽ നമ്മൾ പരിചയപ്പെട്ടതായിരിക്കും. ഇതിപ്പോ ഫാമിലേക്ക് വന്നേക്കുന്നതാണ്, സ്ട്രോബെറി ഫാം. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇനി നോക്കാം. ഓക്കെ, നമുക്ക് ഇനി സ്ട്രോബെറി ഫാം കാണാൻ പോവാം. നമ്മൾ സ്ട്രോബെറി പറിക്കണമെങ്കിൽ ഇവിടുന്ന് ബക്കറ്റ് പിക്ക് ചെയ്തിട്ട് ബക്കറ്റ് എടുത്തിട്ട് അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്ര പറിക്കാം. അപ്പോൾ അതിന് വേണ്ടി ബക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ ബക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാ. ഇതാണ് മെനു. ഇതാണ്. അപ്പോൾ ഇതിന്റെ റെഡി പിക്ഡ് ആണെങ്കിൽ 350 pounds ആണ് പെർ kg. അപ്പോൾ പിക്ക് യുവർ ഓൺ ആണെങ്കിൽ 6 per kg ആണ്. പിന്നെ ഹണി ഉണ്ട്, അതും 10 pound. അപ്പോൾ നമ്മളിപ്പോൾ പിക്ക് യുവർ ഓൺ ആണ് എല്ലാവരും എടുക്കുക. വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനം നോക്കി പറിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് അതിന്റെ മെനു ഡീറ്റെയിൽസ്. ഇത് ഇവിടുത്തെ ഒരു തരം പശുവാണ്. ഇതെന്താണ് ഹൈലാൻഡ് കൗ. ഇത് കുറച്ച് രോമൊക്കെ കൂടിയിട്ടുള്ള ഒരിനം പശുവാണ്. വെച്ചാൽ ഇത് ഇവിടെ തണുപ്പത്ത് ജീവിക്കുന്നുണ്ട്. അതിനനുസരിച്ച് സൂട്ടബിൾ ആയിട്ടുള്ള അവരുടെ ശരീരപ്രകൃതിയാണ്. ഇതൊക്കെ പ്രൈവറ്റ് ഫാമാ? ഗവൺമെന്റ് ഫാമേഴ്സ് ആണെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ ഗവൺമെന്റ് സ്ഥലം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പം എന്നതൊക്കെ ഫാം ചെയ്യാം ഇതുകൊണ്ട്. അപ്പോൾ അതിനുള്ള ഹെൽപ്പൊക്കെ ഗവൺമെന്റ് ചെയ്തു തരും. ഇതാണ് അവർ കൃഷി ചെയ്യുന്ന ഏരിയ, ഫീൽഡ്. അപ്പോൾ ഇത് ഗവൺമെന്റ് ഈ പറഞ്ഞ സ്ഥലം കൊടുക്കുന്നതാണ് ഇവർക്ക്. അപ്പോൾ ഇത് അല്ല, നമുക്ക് ആർക്കാണെങ്കിലും ഗവൺമെന്റ് സ്ഥലം തരും. നമ്മൾ ഫാമിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ സ്ഥലം നിന്ന്. ഇതാണ് ഈ സ്ട്രോബെറി ഫാമിലേക്ക് നടക്കാനുള്ള വഴി. ഈ വഴിയിലൂടെ പോയാൽ കാണുന്നത് ആളുകൾ പറിക്കണത്. അവിടെയാണ് സ്ട്രോബെറി ഫാം. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. പിന്നെ ഇതൊക്കെ സ്ട്രോബെറി ഫാം തന്നെയാണ്. ഇതവിടെയൊക്കെ ഉണ്ട് നമ്മളെ സൈഡിൽ. അതിൻ്റെ നടുവ് കൂടെയാണ് അവർ വഴി ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ നടന്ന് അവിടെ അതാ കുറേ ആളുകൾ സ്ട്രോബെറി പറിക്കുന്നുണ്ട്. പറിച്ച് നമ്മളിവിടുന്ന് അവർ തന്ന ബക്കറ്റിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് അവർ തൂക്കി നോക്കും. ആ തൂക്കത്തിനനുസരിച്ചിട്ട് നമ്മൾ കാശ് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബാക്കിൽ ഇതാ അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ഏരിയ സ്ട്രോബെറി ഫാമിൻ്റെ.
ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോ വിളവെടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. നോക്കിയാൽ കാണാം, ഒക്കെ നമുക്ക് പറിക്കാൻ പാകത്തിനായിട്ടുള്ളതാണ്. ആളുകൾ അവിടെ പറിക്കണുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് പറിക്കണം വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ അതാ തലക്കൊക്കെ ഉണ്ട്. അതാ അവിടെ ഒരു പച്ച കൊടി പോലെ ഒന്ന് കാണുന്നത് അതുവരെയൊക്കെ ഉണ്ട് അല്ലേ? ഏക്കറ കണക്കിനുണ്ടാവും അല്ലേ അജുവിൽക്ക? നല്ല ഏരിയയിൽ സ്ട്രോബെറി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്ന് ഒരെണ്ണം പറിച്ചിട്ട് ഇതിൻ്റെ മധുരവും പുളിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാണുമ്പോൾ കുഴപ്പമില്ല. ഇത് കിടിലൻ സാധനം കേട്ടോ, ഒരു രക്ഷയില്ല മോനെ. അമീനെ ഒന്നും നമ്മൾ സ്ട്രോബെറി കഴിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഫ്രഷ് സാധനമേ കഴിക്കാൻ പാടുള്ളൂ, അല്ലാതെ മരുന്നടിച്ചിട്ടുള്ള സാധനം നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. നല്ല മധുരവും പുളിയും ഒക്കെ ഒരു പാകത്തിന്, ഭയങ്കര രസം. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സ്ട്രോബെറി ഞാൻ കഴിച്ചിട്ടില്ല. ഇതാണ് സ്ട്രോബെറി. നമ്മളിത് പിക്ക് ചെയ്യണം. യെസ്, ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ്. നമ്മളെ ഒപ്പമുള്ള സഫ്വാൻ ബായും പിള്ളേരും ഇവിടെ ഇരുന്നിട്ട് സ്ട്രോബെറി പിക്ക് ചെയ്യുന്നുണ്ട്. സഫ്വാൻ ബായ്, ഇന്ന് നമ്മള് സ്ട്രോബെറി ഫാമിലാണുള്ളത്. അടിപൊളി സ്ട്രോബെറികൾ കുറെ ഉണ്ട്. അതൊക്കെ വേണോ? നല്ല മധുരമുണ്ട്, നോക്കിയെടുക്കണം. നല്ല റെഡ് കളർ നോക്കിയെടുത്താൽ മതി. റഫീഖ് ബായിയുടെ ചെറിയ മകനും അവിടെ പിക്ക് ചെയ്യണോ കഴിക്കുന്നു. എങ്ങനെയുണ്ടെന്നോ? ഇത് നല്ലതാണ്. നമ്മുടെ ഓരോന്ന് ശ്രദ്ധിച്ച് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ചിലതൊക്കെ ഇങ്ങനെ വാടിയിട്ടുണ്ട്. ഇത് ശരിക്ക് നമ്മള് ഇവിടെ നിന്ന് തന്നെ പറിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വെറൈറ്റി ആയിരിക്കും. പിന്നെ നമുക്ക് കൊണ്ടുപോയി ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിൽ കൂടുതലൊന്നും ഇരിക്കൂല എന്നാണ് തോന്നണത്. ഇപ്പം എന്തായാലും കൊള്ളാം. ഇവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്യുമ്പോൾ അതൊരു ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് തന്നെ കിട്ടും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. കാണിച്ചത് enjoying yourself? Hey, yeah, you Yes, it's good, thank you. Yeah, it's good. And you're having a good time, are you? Have you picked lots of strawberries? Yeah. Yeah. Where you picked up strawberries? Loads. You picked loads, haven't you? Yeah. Yeah. We picked so many. Okay. That's great. Thank you. Okay, very thank much. you. Bye. Really fun. It's good. We got strawberries. Yeah, it's a bit cold. Yeah, a good day out for sure. Flora. Flora and Louise. Yeah. Louise. Yeah. Just to get something about this. That's it. Yeah, there's lots of strawberries and it's a nice day. Yeah. No, this is our first time. Yeah. So just out for the day.
strawberry. Yeah. നമ്മൾ അവിടുന്ന് പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അജുവലിക്ക ഉണ്ടായിരുന്നു കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലം കേട്ടാ ബാൽമടി ബീച്ച്. ബീച്ചിൽക്ക നമ്മളിത് ബില്ലാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓരോരുത്തരെടുത്ത് ഇവിടെ ഗ്ലാസ്സിൽ വെച്ച് തൂക്കിയിട്ട് അത് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എമൗണ്ട് പറയും. അപ്പോൾ ആ എമൗണ്ട് കൊടുത്താൽ നമുക്ക് സാധനം കൊണ്ടുപോവാം. അല്ലാതെ പറിച്ച് നേരിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല ഇവിടെ. അത് പ്രശ്നമാണ്. നമ്മളവിടുന്ന് പറിച്ച് ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇതൊരു വീടാണ്, ഒരു വീടാണിത്. അവർ നടത്തുന്ന ഫാമാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ബില്ലാക്കിയിട്ട് അത് നബീല എത്രയാണ് ഒരു ഇതിന്? ഇത് 1 കിലോന് 6 പൗണ്ട്. ഇതിപ്പോൾ എത്രക്ക് വാങ്ങിയത്? എത്ര? 4.5 പൗണ്ട്. അത് അങ്ങനെ ഓരോരുത്തരും ബില്ലാക്കുക, എന്നിട്ട് നമുക്ക് സാധനം കൊണ്ടുപോവാം. അങ്ങനെയാണ്. നമ്മളെ കൂട്ടര് എല്ലാവരും ഓരോ ബക്കറ്റ് വീതം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നൊക്കെയാണ്. ചായ ഉണ്ട്, ഏലക്കായ ചായ, മുറുക്ക്, എന്താണ് മുറുക്ക്, പൂള ചിപ്സ്, സ്ട്രോബെറി, ബെന്ന്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. എല്ലാവരും ചായ കുടിക്കുകയാണ്. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ചായ കുടിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞങ്ങളെ ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. ബൈ.